ആദ്യ ടെസ്റ്റിൽ ജയിച്ച ഇന്ത്യ രണ്ടാം ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിലേക്ക് രണ്ട് പുതിയ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഇപ്രാവശ്യം ഒന്നും കൂടി ഉയർക്കും. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഓസീസിനെ നടുപൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ മികച്ചൊരു പ്ലേയിങ് 11 ഇറക്കുന്നത്. രണ്ടാം ടെസ്റ്റിന് മുന്നേ ഗൗതം ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായിട്ട് ഗൗതം ഗംഭീർ നാട്ടിലേക്ക് മടങ്ങി. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് ഗൗതം ഗംഭീർ എത്തിച്ചേരും. ഗൗതം ഗംഭീർ രണ്ടാം ടെസ്റ്റിന് മുന്നേ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ന്യൂസിലൻഡുമായിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ ഞങ്ങൾ നാണം കെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ടീമിൽ മാറ്റങ്ങൾ വരുത്തി. അതിൻ്റെ റിസൾട്ടാണ് ഓസ്ട്രേലിയൻ ടെസ്റ്റിൽ നമ്മൾ കണ്ടത്. ഇന്ത്യൻ ടീം മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ജയ്സ്വാളും കോഹ്ലിയും മികച്ച കളി കാഴ്ചവെച്ചു. ഇപ്പോഴിതാ രണ്ടാമത്തെ ടെസ്റ്റിൽ രണ്ട് പുതിയ താരങ്ങൾ വരാൻ പോവുകയാണ്. ഒന്നാമത് രോഹിത് ശർമ്മയാണ്. രോഹിത് ടീമിലേക്ക് എത്തിച്ചേരുകയാണ്. അതുമാത്രമല്ല, ശുഭ്മാൻ ഗില്ലിന് പരിക്കാണ്. ഇനി അങ്ങോട്ടുള്ള ടെസ്റ്റിൽ ഗില്ലിന് കളിക്കാൻ സാധിക്കില്ല. ഓസ്ട്രേലിയയുമായിട്ട് 5 ടെസ്റ്റ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗില്ലിന് പകരമായിട്ട് ഒരു താരത്തെ ഞങ്ങൾക്ക് ആവശ്യമാണ്. BCCIയുമായിട്ട് സംസാരിച്ച് ആ താരത്തെ ഞങ്ങൾ ടീമിലേക്ക് എത്തിക്കും. ശ്രേയസിനും സഞ്ജുവിനുമാണ് കൂടുതൽ ചാൻസ്. 5 ടെസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് താരങ്ങൾക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാക്കപ്പായിട്ട് എപ്പോഴും ടീമിൽ ഒരു താരം ആവശ്യമാണ്. ഗില്ലിന് ഇനി ടെസ്റ്റ് കളിക്കാൻ സാധിക്കില്ലെന്നാണ് റിപ്പോർട്ട്. താരത്തിന്റെ കൈക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അടുത്ത ടെസ്റ്റിൽ ഞങ്ങൾ ജയിക്കുമെന്ന് ഗൗതം ഗംഭീർ വ്യക്തമാക്കി. ഓസ്ട്രേലിയ ശരിക്കും നാണം കെട്ടു. ബുംറ മികച്ച ബൗളിങ്ങിലൂടെ ഓസീസിന്റെ നടുപൊടിച്ചു. അതുമാത്രമല്ല, ജയ്സ്വാളും കോഹ്ലിയും സെഞ്ചുറി അടിച്ച് ഇന്ത്യക്ക് മികച്ചൊരു കൂട്ടുകെട്ട് സമ്മാനിച്ചു. ഇപ്പോഴിതാ രോഹിത് ശർമ്മയും ടീമിലേക്ക് തിരിച്ചെത്തി. ഇനി ഇന്ത്യക്ക് പേടിക്കാനില്ല. എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ പരിക്ക് ഇന്ത്യയെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സഞ്ജുവിനെ ടെസ്റ്റിലേക്ക് തിരിച്ചു വിളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.